Hi my dear students, ഒരിക്കൽ കൂടി ഏവർക്കും JJ മാത്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനോമിയൽ തിയറം എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്ററാണ്. അത് വളരെ സിമ്പിൾ ആണ്, അതോടൊപ്പം തന്നെ വളരെ ചെറിയ ഒരു ചാപ്റ്ററുമാണ് ബൈനോമിയൽ തിയറം. ഈ ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു തിയറമാണ്. ഈ തിയറം എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറമാണ്. അതുകൊണ്ടാണ് അതിന് ബൈനോമിയൽ എന്ന് പറയുന്നത്. പോളിനോമിയൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ രണ്ട് വേരിയബിൾസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തിയറം ആയതുകൊണ്ടാണ് അതിനെ ബൈനോമിയൽ തിയറം. ബൈ മീൻസ് ടു എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് a + b all raised to 0 എന്ന് പറഞ്ഞാൽ അല്ലെ, എനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് നമുക്കറിയാമല്ലോ. അതങ്ങനെ തന്നെ പോകും. പിന്നെ നമ്മൾ a + b all raised to 1 എന്ന് പറഞ്ഞാൽ a + b തന്നെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ a + b ഹോൾ സ്ക്വയറിന്റെ ഫോർമുല, ഇവിടെയാണ് നമ്മളുടെ ഇതിന്റെ ഈ ബൈനോമിയൽ തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. a + b ഹോൾ സ്ക്വയറിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ a + b ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b × a + b എന്നാ അല്ലെ, a + b × a + b എന്നാ. ഇത് നമ്മളങ്ങ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a × a സ്ക്വയർ എന്ന് വരും, പ്ലസ് എ ബി എന്ന് വരും, പ്ലസ് ഇത് ബി എ ഈ സെയിം ആസ് എ ബി തന്നെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. പ്ലസ് ബി × b എന്ന് പറഞ്ഞാൽ b സ്ക്വയർ വരും. അപ്പോൾ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, അങ്ങനെയാണ് നമ്മൾ a സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് എ ബി ഈസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതുന്നത്. അപ്പോൾ നമ്മളതിനെ ഫോർമുലയായിട്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് a + b ഹോൾ ക്യൂബും നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 10th നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? a + b ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a + b ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു a + b ഹോൾ സ്ക്വയർ ഇൻറ്റു a + b എന്ന് എഴുതും. എന്നിട്ട് നമ്മളിതിനെ ഇപ്പം നേരത്തെ പോലെ തന്നെ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യും അല്ലെ. എക്സ്പാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളൊരു പഠിച്ചിട്ടുണ്ട് ആ സാധനം, a³ പ്ലസ് 3a² b പ്ലസ് 3ab² പ്ലസ് b³ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു a + b ഹോൾ റേസ് ടു 4 എഴുതണമെന്ന് വിചാരിക്കാം. എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ a + b ഹോൾ സ്ക്വയർ × a + b ഹോൾ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ a + b ഹോൾ ക്യൂബ് × a + b എന്നോ ഒക്കെ എഴുതി അത് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇത് വലിയ പവേഴ്സ് വരുമ്പോൾ ഈ എക്സ്പാൻഷൻ അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഓൾ ക്യൂബ് വരെ കുഴപ്പമില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഓൾ റേസ് ടു 10, ഓൾ റേസ് ടു 12 ഒക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഫോർമുല, അതാണ് ഈ ബൈനോമിയൽ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു, ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ എയും ബിയും രണ്ട് വേരിയബിളുണ്ട്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 വേരിയബിൾ, മോണോമിയൽ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ, ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾ. അപ്പോൾ ആ 2 വേരിയബിൾ ഉള്ള എയും ബിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറിക്കൊണ്ടിരിക്കുന്നതിനെ ബേസ് ചെയ്തുള്ള തിയറം ആയതുകൊണ്ടാണ് ഇതിനെ ബൈനോമിയൽ തിയറം എന്ന പേര് വിളിക്കാനുള്ള കാരണം. ഓക്കെ, ഇനി നമുക്ക് a + b ഹോൾ സ്ക്വയറിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ a + b ഹോൾ സ്ക്വയർ നമ്മൾ എഴുതുമ്പോൾ a + b a + b all raised to 1ഉം a + b ഹോൾ സ്ക്വയറും a + b all raised to 3ഉം ഒക്കെ എഴുതി കഴിയുമ്പോൾ നമ്മൾ ഇതിനൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് a + b all raised to 1 ആണെങ്കിൽ ഫസ്റ്റ് ടേം a, ലാസ്റ്റ് ടേം b. a + b ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഫസ്റ്റ് ടേം a സ്ക്വയർ. a + b ഹോൾ ക്യൂബ് ആണെങ്കിൽ ഫസ്റ്റ് ടേം a ക്യൂബ്. a + b ആണ് all raised to 1 ആണെങ്കിൽ ഫസ്റ്റ് ടൈം a അല്ലേ. അപ്പോൾ ഇവിടുത്തെ പവർ എന്താണോ അതിൻ്റെ കൂടെ ആ പവർ വരുന്നതായിരിക്കും ആദ്യത്തെ ടൈം. a + b all raised to 1 ആണെങ്കിൽ a raised to 1, a + b ഹോൾ സ്ക്വയർ ആണെങ്കിൽ a സ്ക്വയർ, a + b ഹോൾ ക്യൂബ് ആണെങ്കിൽ a ക്യൂബ്. അപ്പോൾ നാച്ചുറലി a + b all raised to 4 ആണെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a raised to 4 ആയിരിക്കും. ഇനി ലാസ്റ്റ് ടൈം നോക്കാം, ഇത് a + b all raised to 1 ആണെങ്കിൽ b raised to 1, a + b ഹോൾ സ്ക്വയർ ആണെങ്കിൽ b സ്ക്വയർ, a + b ഹോൾ ക്യൂബ് ആണെങ്കിൽ b ക്യൂബ്. അപ്പോൾ a + b all raised to 4 ആണെങ്കിൽ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ b raised to 4 ആണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതൊരു പ്രത്യേകതയാണ്. ഇനി നമ്മളിതിനെ അപ്പോൾ ഫസ്റ്റ് ടൈമോ ലാസ്റ്റ് ടൈമിനെ പവേഴ്സ് സെയിം ആയിരിക്കും. ഇനി നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇവിടെ എയുടെ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആയിരുന്നു, ബിയുടെ പവർ 0 ആയിരുന്നു. ഇവിടെ തിരിച്ചു വന്നു, എയുടെ പവർ 0 ആയി, ബിയുടെ പവർ 1 ആയി. നമുക്കതിലേക്ക് ഇനി കൂടുതൽ ഐഡിയ കിട്ടുന്നത് ഇവിടെ നിന്നാണ്.
ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ആദ്യത്തെ എ സ്ക്വയർ ആണ്, അപ്പോൾ അവിടെ ബിയുടെ പവർ 0 ആണ്. അടുത്ത വന്നപ്പോൾ എയുടെ പവർ 1 കുറഞ്ഞു, 2ൽ നിന്ന് 1 ആയി. ബിയുടെ പവർ 0 ആയിരുന്നു, 1 ആയി, 1 കൂടി. അപ്പോൾ എയുടെ പവർ 1 കുറഞ്ഞു, ബിയുടെ പവർ 1 കൂടി. അടുത്ത ടൈമിൽ വരുമ്പോൾ എയുടെ പവർ വീണ്ടും ഇവിടെ 1 എന്നുള്ളത് 1 കൂടെ കുറഞ്ഞിട്ട് ഇത് 0 ആയി. ബിയുടെ പവർ 1 എന്നുള്ളത് 1 കൂടെ കൂടി, ബി സ്ക്വയർ ആയി. കണ്ടോ, ഇവിടെ നോക്കിക്കോ, എയുടെ പവർ 3 ആണ്, ഇവിടെ അടുത്ത ടൈമിൽ 2 ആയി, അടുത്ത ടൈമിൽ 1 ആയി, പിന്നത്തെ ടൈമിൽ അത് 0 ആയി. ഇവിടെ ബിയുടെ പവർ 0 ആയിരുന്നു, അത് 1 ആയി, 2 ആയി, 3 ആയി. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും അടുത്ത് വരുമ്പോൾ എന്തായിരിക്കും, ഈ എയുടെ പവർ 1 കൂടെ കുറയും, അപ്പോൾ a³ b എന്നാവും. അടുത്ത് വരുമ്പോൾ കോയിഫിഷ്യന്റ് എന്തോ ഉണ്ട്, അത് നമുക്കറിയില്ല. എയുടെ പവർ വീണ്ടും കുറയും, a സ്ക്വയർ ആവും, ബിയുടെ പവർ 1 കൂടെ കൂടും, b സ്ക്വയർ ആവും. പ്ലസ് അടുത്ത ഒരു ടൈം ഉണ്ട്, അതിനകത്ത് നമുക്ക് അറിയില്ല, പവർ കോയിഫിഷ്യന്റ് അറിയില്ല. പക്ഷേ എയുടെ പവർ 1 കൂടെ കുറഞ്ഞിട്ട് 1 ആവും, ബിയുടെ പവർ 1 കൂടെ കൂടിയിട്ട് 3 ആവും. പിന്നെ എയുടെ പവർ കുറഞ്ഞ് 0 ആവും, ബിയുടെ പവർ കൂടി 1 കൂടെ കൂടി 4 ആവും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി a+b⁵ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെയൊക്കെ എഴുതാൻ സാധിക്കും അല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവിടുത്തെ കോയിഫിഷ്യന്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് a+b⁵ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാമല്ലോ. 5നെ നമുക്ക് ആദ്യത്തെ നമുക്കറിയാം a⁵ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് എയുടെ പവർ 1 കുറയും, a⁴ ബിയും വരും. അടുത്തത് എയുടെ പവർ 1 കൂടെ കുറയും, a³ ബിയുടെ പവർ 1 കൂടെ കൂടും, സ്ക്വയർ എന്നാവും. അടുത്ത എയുടെ പവർ 1 കൂടെ കുറയും, a സ്ക്വയർ ആവും, ബിയുടെ പവർ 1 കൂടെ കൂടും, ക്യൂബ് ആവും. പ്ലസ് അടുത്ത എയുടെ പവർ 1 കൂടെ കുറയും, ദാറ്റ് ഈസ് a ആവും, ബിയുടെ പവർ 1 കൂടെ കൂടും, b⁴ ആവും. പ്ലസ് നമുക്കറിയാം എയുടെ പവർ 1 കൂടെ കുറഞ്ഞ് 0 ആവും, ബിയുടെ പവർ 1 കൂടെ കൂടി 5 ആവും. കണ്ടോ, ഇങ്ങനെയാണ് വരും. അപ്പോൾ ഇതിൻ്റെ ഈ കോയിഫിഷ്യൻസ് കിട്ടിയാൽ മതി. ഈ കോയിഫിഷ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പരിപാടി നമ്മൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയും. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങളൊരു ട്രയാങ്കിൾ ഒരു നമ്പർ കണ്ടിട്ടുണ്ടാവും, 1, അടുത്തത് 1, 1, അടുത്തത് 1, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 2, പിന്നെ 1, അടുത്തത് ഫസ്റ്റ് ടൈം 1, പിന്നെ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 3 വരും, പിന്നെ ഇത് തമ്മിൽ കൂട്ടുന്നു 3 വരും, പിന്നെ ഈ ടൈം 1, പിന്നെ 1, പിന്നെ ഇത് തമ്മിൽ കൂട്ടുന്ന 4 വരും, ഇത് തമ്മിൽ കൂട്ടുന്നു 6 വരും, ഇത് തമ്മിൽ കൂട്ടുന്നു 4 വരും, പിന്നെ 1. ഇതിങ്ങനെ പോകുന്ന ഒരു ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. അത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യ ടൈം 1 വരും, പിന്നെ 1, 1, അതായത് ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ടൈമില്ല, ഫസ്റ്റും ലാസ്റ്റ് എപ്പോഴും 1 ആയിരിക്കും. പിന്നെ വരുന്നത് ഇത് തമ്മിൽ കൂട്ടുന്നു, ഫസ്റ്റ് ടൈം 1, ലാസ്റ്റ് ടൈം 1, പിന്നെ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന 1 + 1 2 വരും. സോ 1, 2, 1. അടുത്ത് വരുന്നത് ഫസ്റ്റ് ടൈം 1, പിന്നെ ഇത് തമ്മിൽ കൂട്ടുന്നു, അപ്പോൾ 1 + 2 3 വരും, പിന്നെ ഇത് തമ്മിൽ കൂട്ടുന്നു 2 + 1 3 വരും, പിന്നെ 1. പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണ്, 1, 3, ഫസ്റ്റ് ടൈം 1 മാറ്റമില്ല, ഇത് തമ്മിൽ കൂട്ടുന്നു 1 + 3 4 വരും, പിന്നെ അടുത്ത ടൈമുകൾ 3 + 3 6, പിന്നെ 3 + 1 4. ഇനി ഇപ്പുറത്ത് കൂട്ടാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് 1 തന്നെ എഴുതും. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അടുത്തത് ഏത് വരും, 1 വരും, പിന്നെ ഏത് വരും, 5 വരും അല്ല, ഇത് തമ്മിൽ കൂട്ടുന്നു. അടുത്ത ഏത് വരും, ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 10 വരും, പിന്നെ ഇത് തമ്മിൽ വീണ്ടും കൂട്ടുന്നു, അപ്പോൾ എത്ര വരും, 10 വരും, പിന്നെ ഇത് തമ്മിൽ കൂട്ടുമ്പോൾ 5 വരും, പിന്നെ ഇപ്പറേ കൂട്ടാനില്ലാത്തതുകൊണ്ട് 1 വരും. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം കണ്ടോ, അത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളായിട്ട് പോകും, നമുക്ക് കാണാൻ സാധിക്കും. ഇതുണ്ടോ, ഇങ്ങനെ പോയാൽ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ട്രയാങ്കിളായിട്ട് കാണാൻ സാധിക്കും. ഇതിങ്ങനെ ഇതുണ്ടോ, ഇത് ഓരോന്നും ഓരോ ട്രയാങ്കിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിളായിട്ട് വരും. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിനാണ് ഇങ്ങനെ ട്രയാങ്കിളർ ഫോമിൽ വരുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഒരു പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇത് ബ്ലേസ് പാസ്കൽ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യനാണ് ഇത് കണ്ടുപിടിച്ചത്. ഈ ഒരു പ്രോപ്പർട്ടി കണ്ടുപിടിച്ചത് പാസ്കൽ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ. അതുകൊണ്ടാണ് ഇതിനെ അദ്ദേഹത്തിന്റെ പേരിൽ ഇതിനെ പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. പാസ്കൽ, ബ്ലേസ് പാസ്കൽ എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യനെ പറ്റി നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇത് ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാണ് പാസ്കൽസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന് ഒത്തിരി ഒത്തിരി പ്രത്യേകതകളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഇതിനകത്ത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് പോരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടോ. 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്നു. പിന്നെ ഇത് 3യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോകുന്നത് കാണാം. 1, 3, 6, പിന്നെ അത് എങ്ങനെ വരും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 1, 2, 3, 4, 5 വരുന്നുണ്ട്. അങ്ങനെ പല പ്രോപ്പർട്ടീസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പഠിക്കാം.
എനിവേ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പ്രത്യേകത പറയാനുള്ള കാരണം നമ്മൾ ഈ ആദ്യത്തെ ടേം എഴുതുക എ പ്ലസ് ബി ഓൾ റേസ് ടു 0. നമുക്കറിയാം ഇവിടെ 1 ആണ് വരുന്നത്. ആ 1 മാത്രമേ ഇവിടെ ഉള്ളൂ. ഇനി ഇവിടെ 1 1 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ട്രയാങ്കിൾ കിട്ടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇനിയിപ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ എന്നുള്ള ഐഡിയ എങ്ങനെയാണ് കിട്ടിയതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു ട്രയാങ്കിൾ വരച്ച് കാണിച്ചത്. ഇനി ഞാൻ അത് അങ്ങ് മാറ്റാം. ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കണമെന്നല്ല, അല്ലാതെ വേണമെങ്കിൽ ഈ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ രൂപത്തിലും വേണമെങ്കിൽ നമുക്ക് തന്നെ വരച്ചെടുക്കാൻ സാധിക്കും. എനിവേ ഞാനിതൊന്ന് ഒന്നും കൂടെ അങ്ങ് മാറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നോക്കൂ. ഇവിടെ എ പ്ലസ് ബി ഓൾ റേസ് ടു 1. ഈ എയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, ബിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. കണ്ടോ 1 1. ഇവിടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, അടുത്ത ടേമിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, അടുത്ത ടേമിന്റെ 1 ആണ്. ഇതാണ് ഈ പാസ്കൽസ് ട്രയാങ്കിളിന്റെ മറ്റൊരു പ്രോപ്പർട്ടി. കാരണം നോക്കി കാണാൻ സാധിക്കും ഇതിന്റെ കോഎഫിഷ്യൻസ് എല്ലാം ഈ പാസ്കൽസ് ട്രയാങ്കിളിലെ കറക്റ്റ് ടേമിന്റെ രീതിയിൽ വരുന്നത് കാണാൻ സാധിക്കും. അടുത്ത് നോക്കിക്കോ, എ ക്യൂബിന്റെ കോഎഫിഷ്യന്റ് 1, 3a സ്ക്വയർ ബി 3 കണ്ടോ, 3ab സ്ക്വയർ കണ്ടോ, ബി ക്യൂബ് 1 വന്നു. അടുത്ത് വരുമ്പോൾ ഇതേപോലെ വന്നാൽ ഇങ്ങനെയായിരിക്കും വരിക. ഇതിൻ്റെത് 4 ആയിരിക്കും അല്ലേ, അടുത്തത് 6 ആയിരിക്കും, അടുത്തത് എന്തായിരിക്കും 4 ആയിരിക്കും. ഇത് വരുമ്പോൾ ഇതിൻ്റെ 5 ആയിരിക്കും, ഇതിൻ്റെത് 10 ആയിരിക്കും അല്ലേ, ഇങ്ങനെയായിരിക്കും വരിക. ഇതിൻ്റെതും 10 ആയിരിക്കും, ഇതിൻ്റെത് 5 ആയിരിക്കും, അതിൻ്റെത് 1 ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏതിൻ്റെയും കണ്ടുപിടിക്കാൻ സാധിക്കും, കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ടേം എഴുതണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ ഒരു റോ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപിലുള്ള റോ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. കാരണം ഇതുണ്ടെങ്കിൽ അടുത്ത് നമുക്ക് കൂട്ടി എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം 1 ആണ്, അടുത്തത് 6 ആണ്, അടുത്തത് 15 വരും, അടുത്തത് 20 വരും, അടുത്തത് 15 വരും, പിന്നെ 6 വരും, 1 വരും അല്ലേ. അപ്പോൾ ഇതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഏറ്റവും മുൻപിലുള്ള റോ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തരത്തിൽ എഴുതാൻ പറ്റൂ എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു ഡ്രോബാക്കാണ്. അപ്പോൾ നമുക്ക് ഒരു എ പ്ലസ് ബി ഓൾ റേസ് ടു 20 എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പാസ്കൽസ് ട്രയാങ്കിൾ വരച്ച് 19 വരെ ഉള്ളതിൻ്റെ മുഴുവൻ എഴുതിയാലേ ഉള്ളൂ നമുക്ക് 20 എഴുതാൻ പറ്റുള്ളൂ. അത് പ്രാക്ടിക്കലി അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ അത് ഒഴിവാക്കിക്കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൈനോമിയൽ തിയറത്തിൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് നമ്മളൊരു ചെറിയ അറേഞ്ച്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ ഒരു ടേമാണെന്ന് വിചാരിക്കുക, ഈ ഒരു ടേമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഈ ഒരു ടേമാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ടേമിന് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഓരോ ടേമും ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 2c1 ആയിരിക്കും. വാട്ട് ഈസ് 2c1? 2c0 ആയിരിക്കും. 2c0 ഈസ് വാട്ട് 1 ആണ്. ഇതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും എന്നറിയാമോ? 2c1 വരും. 2c1 വാട്ട് ഈസ് 2c1? 2. അടുത്ത് വരുമ്പോൾ 2c2 വരും. 2c2 ഈസ് 1 ആണ് അല്ലേ. ഇത് നമ്മുടെ ഈ കോമ്പിനേഷനുമായിട്ട് അല്ലേ, കോമ്പിനേഷൻ്റെ കോഎഫിഷ്യൻറ്റുമായിട്ട് NCR എന്നുള്ളതുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ടൈം എടുക്കാം, ഇവിടുത്തെ പവർ 3 ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ 3c0 ആയിരിക്കും, നമുക്കറിയാം 1 ആണ്. അടുത്ത 3c1 ആയിരിക്കും. 3c1 എന്ന് പറയാൻ നമുക്കറിയാം 3 ആണ്. അടുത്ത 3c2 ആണ്. 3c2 എന്ന് പറയാൻ നമുക്കറിയാം 3c1 തന്നെയാണ്, ദാറ്റ് ഈസ് 3 തന്നെയാണ്. അടുത്തതോ 3c3 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പറയാം 4 ആണ് അടുത്ത പവർ. സോ 4c0, അടുത്ത 4c1, അടുത്ത 4c2. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4c2 എന്ന് പറഞ്ഞാൽ 4 × 3 2 ടൈം എഴുതും, താഴെ നിന്ന് 2 ടൈം എഴുതും. അപ്പോൾ ഇത് തമ്മിൽ കട്ടായി പോയിട്ട് 2 × 3 6 എന്ന് വരും അല്ലേ. അടുത്തത് 4c3 വരും. 4c3 സെയിം ആസ് 4c1 ആണ്, 4 എന്ന് വരും. ഇത് 4c4 എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് 4c2, 4c3, 4c4 അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജനറലൈസ് ചെയ്യാം. എങ്ങനെ എഴുതാം? ഇപ്പോൾ a + b ഓൾ റേസ് ടു 5 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 5c0 a raised to 5 പ്ലസ് അതിന് b raised to 0 എന്നും കൂടെ വേണമെങ്കിൽ എഴുതാം, പ്ലസ് 5c1 a raised to 5 - 1 b raised to 1 പ്ലസ് 5c2 a raised to 5 - 2 b square അല്ലേ, പ്ലസ് 5c3 a raised to 5 - 3 b raised to 3 plus 5c4 a raised to 5 - 4 b raised to 4 plus 5c5 b raised to 5, right?
അപ്പോൾ മക്കളെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജനറലൈസ് ചെയ്യണം. എ പ്ലസ് ബി ഓൾ റേസ് ടു എൻ എന്നുള്ള ഫോമിലേക്ക് മാറ്റിയാൽ എങ്ങനെ എഴുതാൻ സാധിക്കും? നമുക്ക് എൻ സി 0 എ റേസ് ടു എൻ ബി റേസ് ടു 0 പ്ലസ് അടുത്ത എൻ സി 1 എ റേസ് ടു എൻ മൈനസ് 1 ബി റേസ് ടു 1 പ്ലസ് എൻ സി 2 എ റേസ് ടു എൻ മൈനസ് 2 ബി സ്ക്വയർ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു ജനറൽ ടേം വേണമെന്ന് എഴുതാം. പ്ലസ് എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ അല്ലേ? ശരിയല്ലേ? ഇവിടെ 1 വന്നാൽ എൻ മൈനസ് 1 ബി റേസ് ടു 1 വരും. 2 വന്നാൽ എൻ മൈനസ് 2 ബി റേസ് ടു 2 വരും. അപ്പോൾ 6 വന്നാൽ എൻ മൈനസ് ആർ ബി റേസ് ടു 6 വരും. പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്ന ലാസ്റ്റ് നമുക്ക് ബി റേസ് ടു എൻ സി എൻ അല്ലേ? അത് അങ്ങനെ തന്നെ വേണം എഴുതിയേക്കാം നമുക്ക്. എൻ സി എൻ എ റേസ് ടു 0 ബി റേസ് ടു എൻ. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഈ ഒരു തിയറത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഈ ഒരു തിയറത്തിനെയാണ് നമ്മൾ ബൈനോമിയൽ തിയറം എന്ന് വിളിക്കുക. ഇതിനകത്ത് നമുക്ക് എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എ പ്ലസ് ബി കിട്ടും. എന്നിന് 0 കൊടുത്താൽ എ പ്ലസ് ബി ഓൾ റേസ് ടു 0 ദാറ്റ് ഈസ് 1 എന്ന് വരും. എന്നിന് 2 കൊടുത്താൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് വരും. എന്നിന് 3 കൊടുത്താൽ എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് വരും. എന്നിന് 10 കൊടുത്താൽ എ പ്ലസ് ബി ഓൾ റേസ് ടു 10 എന്ന് വരും. അങ്ങനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തിയറത്തിനെയാണ് നമ്മൾ ബൈനോമിയൽ തിയറം എന്ന് പറയാം. മനസ്സിലായോ മക്കളെ? യെസ്. അപ്പോൾ മക്കളെ എഴുതിക്കോളൂ. ബൈനോമിയൽ തിയറം എന്ന ഹെഡിങ് എഴുതിയിട്ട് എഴുതിക്കോളൂ. ബൈനോമിയൽ തിയറം ഫോർ എനി ടു വേരിയബിൾസ് a and b, small a small b, a plus b all raised to n is equal to ഇത് തന്നെ എഴുതിയാൽ മതി. for any two variables a and b, a plus b all raised to n is equal to nc0 a raised to n b raised to 0 plus nc1 a raised to n ന്റെ പവർ എന്ന് പറയും n minus 1 b raised to 1 plus nc2 a raised to n minus 2 b square plus etc plus ncr a raised to n minus r b raised to r plus etc plus ncn a raised to 0 b raised to n. ഇതാണ് ഈ ഒരൊറ്റ തിയറം നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. a plus b all raised to n is equal to n എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് ഫോർ ദ ടൈം ബീങ് നമ്മൾ പറയുന്നത്. നമുക്ക് അതല്ലാതെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ a plus b all raised to ഇപ്പോൾ നമ്മൾ അടിച്ച എല്ലാ ഇൻഡിജേഴ്സ് ആണ്. അത് അങ്ങനെ ഓർത്താൽ മതി. 1 2 3 4 5 അങ്ങനെയുള്ള ഇൻഡിജേഴ്സ് ആയിരിക്കും. ഇനി ഓക്കെ, അപ്പോൾ നമുക്ക് a plus b all raised to n ന്റെ ഫോർമുല കിട്ടി. This is called binomial theorem. ഓക്കെ, ബൈനോമിയൽ തിയറം. ഇനി നമ്മൾ ഇതിന്റെ ചില പ്രത്യേകതകളാണ് എഴുതുന്നത്. അത് നോട്ടായിട്ട് എഴുതിക്കോളൂ. നോട്ട് നമ്പർ 1. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് എയുടെ പവർ കുറയുന്നു, ബിയുടെ പവർ കൂടുന്നു അല്ലെ? in each term of the binomial expansion, the degree of a decreases and that of b increases. Okay, degree of a decreases and that of b increases. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എയുടെ ഡിഗ്രി. ഇവിടെ നമുക്ക് എയുടെ ഡിഗ്രി കുറയാണ്, ബിയുടെ ഡിഗ്രി അപ്പോൾ കൂടിക്കൊണ്ട് പോകാം. ഇനി നോട്ട് നമ്പർ 2. ഇനി എയുടെ ഡിഗ്രി കുറയുന്നു, ബിയുടെ ഡിഗ്രി കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞുവെങ്കിലും നമ്മൾ ഓരോ ടേമും എടുത്തു നോക്കിയേ. ഇതിന്റെ ഈ സം ഓഫ് ദ ഡിഗ്രീസ് ഒന്ന് കൂട്ടി നോക്കാം. സം ഓഫ് ദ ഡിഗ്രീസിന് എടുത്തു നോക്കിയേ. ഇവിടെ എയുടെ ഡിഗ്രി നമുക്ക് ഒരു പർട്ടിക്കുലർ കേസ് എടുക്കുവാണെങ്കിൽ ഇവിടെ ഈ 5ന്റെ എടുക്കുവാണെങ്കിൽ 5 + 0 ആണ്, ദാറ്റ് ഈസ് 5 ആണ്. ഇവിടെ 4 ആണ്, 4 + 1 5 വരും. ഇവിടെയാണെങ്കിൽ 3 + 2 5 വരും. ഇവിടെയാണെങ്കിൽ ഇത് 2 ആണ്, ഇത് 3 ആണ്, 2 + 3 5 ആവും. ഇത് 1 + 4 5 ആവും. ഇത് 5 + 0 5 ആണ്. അപ്പോൾ a plus b all raised to 5 ആണെങ്കിൽ അതിന്റെ ഈ സം ഓഫ് ദ ഡിഗ്രീസ് ഓഫ് ദി കോഎഫിഷ്യൻസ് ഷുഡ് ഓൾവേസ് ബി 5. Which is n, we can see that sum of the degrees of the coefficients in each term is equal to 5. n, നോക്കിയോ, n + 0 n, n - 1 + 1 n ആവും, n - 2 + 2 n ആവും, n - r + r, r ഉം - r ഉം ക്യാൻസൽ ഇവിടെ n വരും. a raised to 0 b raised to n നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് n കിട്ടും. അപ്പോൾ sum of the coefficients of the terms is
എന്തായിരിക്കും? ഓൾവേസ് n ആയിരിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ നോട്ടായിട്ട് എഴുതേണ്ടത്. നോട്ട് നമ്പർ 2, സം ഓഫ് ദി കോഎഫിഷ്യൻസ്, സം ഓഫ് ദി പവേഴ്സ്, അങ്ങനെ കോഎഫിഷ്യൻസ് അല്ല, സം ഓഫ് ദി പവേഴ്സ്, sum of the powers of the variables in each term, sum of the powers of the variables in each term of the binomial expansion is always n. ഒന്നുകൂടെ പറയാം മക്കളെ, എന്താണ്? സം ഓഫ് ദി powers of the variables in each term of the binomial expansion is always n. Okay, note number 2. Now we can go to the next note number 3. Note number 3 പറയുന്നത് നമുക്കറിയാം. ഇതിനകത്ത് ഓരോ ടേമും എടുത്ത മക്കളെ, ഇതിനകത്ത് ഓരോ ടേമും എടുത്താൽ ഇപ്പോൾ ഈ NC1 എന്ന് പറയുന്നത് ഒരു കോഎഫിഷ്യന്റ് ആണ്, NC2 എന്ന് പറഞ്ഞാൽ അടുത്തതിന്റെ കോഎഫിഷ്യന്റ് ആണ്, ഇത് NCR എന്നുള്ള വേറൊരു കോഎഫിഷ്യന്റ് ആണ്, ഇതും ഒരു കോഎഫിഷ്യൻസ് ആണ്. ഇതിന്റെ കോഎഫിഷ്യൻസ് എല്ലാം എന്താണ്? കോഎഫിഷ്യൻസ് എല്ലാം നമ്മുടെ ബൈനോമിയൽ തിയറത്തിനകത്ത് വരുന്ന കോഎഫിഷ്യൻസ് ആയതുകൊണ്ട് ഈ കോഎഫിഷ്യൻസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്ന് വിളിക്കാറുണ്ട്. ഈ NC0, NC1, NC2, NC3 എക്സെട്ര NCR ഇതിനെല്ലാം നമ്മൾ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്നും വിളിക്കാറുണ്ട്. വിളിക്കുന്നതിന് കാരണം അത് ബൈനോമിയൽ തിയറത്തിന്റെ ഓരോ ടേമിന്റെയും കോഎഫിഷ്യന്റ് ആയി വരുന്നത് കൊണ്ടാണ് അതിനെ ബൈനോമിയൽ കോഎഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നോട്ട് നമ്പർ 3 എഴുതിക്കോളൂ. The coefficients NCR, നമ്മൾ പറഞ്ഞ ഈ NCR ആണ്, coefficients NCR occurring in the binomial expansion, the coefficients NCR occurring in the binomial expansion are known as binomial coefficients. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ NC0, NC1, NC2, NC3 എന്നൊക്കെ പറഞ്ഞതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബൈനോമിയൽ കോഎഫിഷ്യൻസ്. ഓക്കെ, ബൈനോമിയൽ കോഎഫിഷ്യൻസ്. അപ്പോൾ നമ്മൾ സാധാരണ അതിനെ NC0 എന്നുള്ളതിനെ ഇങ്ങനെയാണ്, NC0 എന്നാണ് എഴുതുന്നതെങ്കിലും നമ്മൾ അതിനെ C0 എന്ന് മാത്രമായിട്ടും എഴുതാറുണ്ട്. അപ്പോൾ C0 പിന്നെ NC1 ആണെങ്കിൽ C1, C2, C3 എക്സെട്ര ഇതിനെ നമ്മൾ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്നാണ് വിളിക്കാറ്. ഓക്കെ, ഇനി മക്കളെ അടുത്ത നോട്ട് എഴുതിക്കോളൂ. നെക്സ്റ്റ് നോട്ട് നമ്പർ ഇട്ടിട്ട് എഴുതിക്കോളൂ. ഇവിടെ നമ്മൾ പറഞ്ഞു a+b all raised to 1 ആണെന്ന് പറഞ്ഞു അല്ലേ. a+b all raised to 1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര ടൈം ഉണ്ട്? 1, 2, 2 ടൈം ഉണ്ട്. a+b all സ്ക്വയർ ആണെങ്കിലോ അതിന്റെ എക്സ്പാൻഷനിലോ 1, 2, 3 ടൈം ഉണ്ട്. a+b ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ ആണെങ്കിലോ 1, 2, 3, 4 ടൈം ഉണ്ട്. all raised to 4ന്റെ എക്സ്പാൻഷൻ ആണെങ്കിൽ 5 ടൈം ഉണ്ടാവും. 2, 3, 4, 5. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും a+b all raised to n-ന്റെ എക്സ്പാൻഷനകത്ത് എത്ര ടൈം ഉണ്ടാവും? അതിനെ കഴിഞ്ഞ് 1 കൂടുതലായി. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് നോട്ട്. എഴുതിക്കോളൂ. The number of terms in the expansion of a+b all raised to n. The number of terms in the expansion of a+b all raised to n is n+1. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത നോട്ടായിട്ട് എഴുതിക്കോളൂ. ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ a+b all raised to n എഴുതിയതുപോലെ തന്നെ നമുക്ക് a-b all raised to n എഴുതാം. അതിന് പകരം നമുക്ക് ഈ -b എന്ന് ഇട്ടാൽ മതിയാവും, all raised to n എന്ന് എഴുതാം. അപ്പം ഇതുപോലെ തന്നെ വരും. ചെറിയ വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഓൾട്ടർനേറ്റ് മൈനസ് വരും. അപ്പോൾ NC0 a raised to n വരും, b raised to 0 ആണ് വരുന്നത്, നമുക്കറിയാം. അടുത്ത് വരുമ്പോൾ എയുടെ ഡിഗ്രി 1 കുറയും. അപ്പോൾ NC1 a raised to n - 1 എന്നാവും. -b raised to 1 എന്ന് വരും. അപ്പോൾ മൈനസ് വരും, ആ മൈനസ് ആണ് ഇവിടെ ഇടുക, b എന്ന് വരും. അടുത്ത് വരുമ്പോൾ നമുക്കറിയാം NC2 എയുടെ പവർ 1 കുറയും, -b raised to 2 എന്ന് വരും. -b raised to 2 എന്ന് പറഞ്ഞാൽ +b സ്ക്വയർ എന്ന് വരും അല്ലേ. അടുത്ത മൈനസ് വരും, ദെൻ അടുത്ത പ്ലസ് വരും, മൈനസ് അങ്ങനെ പൊക്കോണ്ടിരിക്കും. ലാസ്റ്റ് വരുന്നത് ഏതാണോ, അതായത് നമ്മൾ വരുന്നത് നമുക്കറിയാം. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ എഴുതാം, എന്ത് ടൈം എഴുതാം, NCR പ്ലസ് ഇട്ട് എഴുതാം, പ്ലസ് NCR a raised to n - r, അതിന് മാറ്റമില്ല, -b raised to r എന്ന് വരും അല്ലേ. -b raised to r എന്ന് വരും.
പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് വരുമ്പോൾ എൻ സി 0 അല്ല എൻ സി എൻ എ റേസ് ടു 0 വരും. മൈനസ് ബി റേസ് ടു എൻ എന്ന് വരും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് -1 റേസ് ടു എൻ ബി റേസ് ടു എൻ എന്ന് വേണമെങ്കിൽ ആക്കി എഴുതാം. അപ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട, ഇത് ലാസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതിയാവും. ഓൾട്ടർനേറ്റ് പ്ലസ് മൈനസ് ഇടുക. ലാസ്റ്റ് ടേം പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളിതിനെ -1 റേസ് ടു, ഇപ്പം നമുക്കറിയാം a മൈനസ് ബി ഹോൾ ക്യൂബ് ആണെങ്കിൽ അല്ലെ a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണെങ്കിൽ a സ്ക്വയർ, ഇത് -2ab. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ മൈനസ് ബിയുടെ സ്ക്വയർ എന്ന് വരും, ദാറ്റ് ഈസ് ബി സ്ക്വയർ എന്ന് വരും, പ്ലസ് വരും. ഇനി അത് a മൈനസ് ബി ഹോൾ ക്യൂബ് ആണെങ്കിൽ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -b ഹോൾ ക്യൂബ് എന്ന് വരും, അത് മൈനസ് ആയിപ്പോകും. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതിയാകും. ഓക്കെ മക്കളെ, a മൈനസ് ബി ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു nc0 a റേസ് ടു n മൈനസ് nc1 a റേസ് ടു n മൈനസ് 1b പ്ലസ് nc2 a റേസ് ടു n മൈനസ് 2b സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ പോവുകയാണ്. ലാസ്റ്റ് നമ്മളൊരു ജനറൽ ടൈം എഴുതുന്നുണ്ട്, nc -1 റേസ് ടു r a റേസ് ടു n മൈനസ് r b റേസ് ടു r പ്ലസ് എക്സെട്ര ലാസ്റ്റ് ncn -1 റേസ് ടു n b റേസ് ടു n. അത് മതിയാവും. a റേസ് ടു 0 ഞാൻ എഴുതുന്നേ ഉള്ളൂ, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ മക്കളെ, ഓക്കെ. ഇനി മക്കളെ അടുത്ത നോട്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് എഴുതാം. ഇപ്പോൾ a+b ഹോൾ റേസ് ടു n എക്സ്പാൻഷനാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഈ എയും ബി ഏത് നമ്പർ വേണമെങ്കിലും വരാം. സപ്പോസ് ഞാൻ എക്ക് പകരം 1ഉം ബിക്കും പകരം 1 കൊടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ 1 + 1 ഹോൾ റേസ് ടു n എന്നാവും അല്ലേ. ഇവിടെ എന്താവും? nc0 a എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് 1 വരും, പ്ലസ് nc1 a എന്ന് പറഞ്ഞാൽ 1 ആണ്, b എന്ന് പറഞ്ഞാലും 1 ആണ്, അതുകൊണ്ട് ഇത് എപ്പോഴും 1 ആവും, പ്ലസ് nc2 അത് 1 ആയിരിക്കും, പ്ലസ് എക്സെട്ര പ്ലസ് ncn എന്ന് വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? ഇതിൽ 1 + 1 = 2 ആവും. അപ്പോൾ 2 റേസ് ടു n എന്ന് പറഞ്ഞാലാണ് nc0 പ്ലസ് nc1 പ്ലസ് nc2 പ്ലസ് എക്സെട്ര പ്ലസ് ncn. ഇത് എന്തുവാണ് ശരിക്കും ഈ nc0 പ്ലസ് nc1 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ? ഇത് ബൈനോമിയൽ കോഎഫിഷ്യൻസ് അല്ലേ. ഈ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 റേസ് ടു n എന്നായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. നമുക്കറിയാം a+b ഹോൾ സ്ക്വയർ നമ്മൾ പറഞ്ഞു. a+b ഹോൾ സ്ക്വയറിന്റെ സം ഓഫ് ദി ബൈനോമിയൽ കോഎഫിഷ്യൻസ് പറഞ്ഞാൽ ആദ്യത്തെ 1 വരും, രണ്ടാമത്തത് 2 വരും, പിന്നത്തത് 1 വരും അല്ലേ. കൂട്ടുമ്പോൾ നമുക്ക് 4 കിട്ടും. അപ്പോൾ ഇത് 2 സ്ക്വയർ ആണ്. ഇനി a+b ഹോൾ ക്യൂബ് ആണെങ്കിലോ 1 3 പിന്നെ 3 പിന്നെ 1 ആണ്. അപ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ്? 8 എന്ന് വരും അല്ലേ. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റേസ് ടു 3 കണ്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് അടുത്തൊരു ഫോർമുലയായിട്ട് അടുത്തൊരു നോട്ടായിട്ട് എഴുതുന്നത്. അപ്പോൾ എഴുതിക്കോളൂ അടുത്ത നോട്ട്. സം ഓഫ് ദി ബൈനോമിയൽ കോഎഫിഷ്യൻസ് in the expansion of a+b all raised to n is always equal to 2 raised to n. That is nc0 plus nc1 plus nc2 plus etc plus ncn is equal to 2 raised to n. ചിലപ്പോൾ ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനെ നമ്മൾ ഇങ്ങനെ മാത്രം എഴുതാറുണ്ട്. c0 പ്ലസ് c1 പ്ലസ് c2 പ്ലസ് എക്സെട്ര പ്ലസ് cn ഇസ് ഈക്വൽ ടു 2 റേസ് ടു n. ഇതും കൂടെ ഒന്ന് എഴുതിക്കോളൂ. ചിലപ്പോൾ ഇങ്ങനെ ഈ nc0ക്ക് പകരം എല്ലായിടത്തും n വന്നിരിക്കുന്നുണ്ട്, അതിനെ മെൻഷൻ ചെയ്യാതെ ഇങ്ങനെയും ചില ടെക്സ്റ്റുകളിൽ കാണാറുണ്ട്. അപ്പം can also be written as c0 plus c1 plus c2 plus etc plus cn is equal to 2 raised to n. ഓക്കെ, അപ്പോൾ അത് അടുത്ത നോട്ടായിട്ട്. ഓക്കെ മക്കളെ, യെസ്. ഇനി എൻ്റെ ഒരു കാര്യം കൂടെ നമുക്ക് എഴുതാം. അതായത് ഇപ്പോൾ നമ്മൾ എക്ക് പകരം 1ഉം ബിക്ക് പകരം 1ഉം അല്ലേ കൊടുത്തത്. ഇനി ഈ എക്സ്പാൻഷനകത്ത് എക്ക് പകരം 1ഉം ബിക്ക് പകരം -1 കൊടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ത് വരും? ഇത് 1 - 1 0 എന്നാവും അല്ലേ. 0 is equal to ഇത് nc0 തന്നെ വരും. അടുത്ത് മൈനസ് വരും nc1 അല്ലേ. മറ്റേത് എയും ബിയും 1 ആയതുകൊണ്ട് നമുക്കറിയാം ഇതെല്ലാം ഈ എയുടെ പവറും ബിയുടെ പവറും എപ്പോഴും 1 വരും. സോ പ്ലസ് അടുത്ത വരുമ്പോൾ nc2 വരും, അടുത്ത വരുമ്പോൾ -nc3 വരും, പ്ലസ് nc4 വരും, എക്സെട്ര ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ പ്ലസ് ഉള്ളത് മാത്രം ഇവിടെ നിർത്തുക, മൈനസ് ഉള്ളതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വിചാരിക്കാം.
അതായത് നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുവാണെങ്കിൽ മൈനസ് ഉള്ള എല്ലാം ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ മൈനസ് വരുമ്പോൾ ഇവിടെ NC1 അതിപ്പോൾ പ്ലസ് ആയി. അടുത്തത് NC3, അടുത്തത് NC5. നമുക്കറിയാം ഇതെല്ലാം ഓഡ് പവേഴ്സാണ് അല്ല, എക്സെട്ര ഈസ് ഈക്വൽ ടു ഇതിവിടെ ഉണ്ട്. ദാറ്റ് ഈസ് NC0 പ്ലസ് NC2 വരും പ്ലസ് NC4 വരും പ്ലസ് എക്സെട്ര. നോക്കിക്കാൻ മക്കളെ, ഇതിനകത്ത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതായത് സം ഓഫ് ദി ഓഡ് പവേഴ്സും സം ഓഫ് ദി ഈവൺ ബൈനോമിയൽ പവേഴ്സ് അല്ല, സം ഓഫ് ദി ഓഡ് ബൈനോമിയൽ കോഎഫിഷ്യൻസും സം ഓഫ് ദി ഈവൺ ബൈനോമിയൽ കോഎഫിഷ്യൻസും എപ്പോഴും സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എഴുതാം a+b ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ a+b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനകത്ത് വരുമ്പോൾ നമുക്കറിയാം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ വരും. ഇതിന്റെ ഓഡ് കോഎഫിഷ്യൻസ് എടുക്കുക. ഓഡ് കോഎഫിഷ്യൻസ് പറഞ്ഞാൽ ഒന്നാമത്തതും മൂന്നാമത്തതും കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ 1ഉം 1 കൂട്ടുമ്പോൾ 2 കിട്ടും അല്ലെ. ഇനി രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ 2 കിട്ടും, സെയിം ആയി. a+b ഹോൾ ക്യൂബ് ആണെങ്കിലോ a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b⁴ എന്നാ വരിക. ഒന്നാമത്തെ എടുത്തേ 1, മൂന്നാമത്തെ 3, അപ്പോൾ 1 3 4ആയി. 2 4 എടുത്തേ അത് 4. കണ്ടോ, എപ്പോഴും അങ്ങനെ വരുള്ളൂ. അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത. ഇനി നമുക്ക് അപ്പോൾ അത് അടുത്ത നോട്ടായിട്ട് എഴുതാം. നമുക്ക് നോട്ട് നമ്പർ നെക്സ്റ്റ് നോട്ട് നമ്പർ ഇട്ടോളൂ. ഇത് മാത്രമേ എഴുതിയാൽ മതിയാവും. സം ഓഫ് ദി ഓഡ് ബൈനോമിയൽ കോഎഫിഷ്യൻസ് is equal to sum of the even binomial coefficients. Sum of the odd binomial coefficients is equal to sum of the even binomial coefficients. That is, എന്നിട്ട് ഇതൊന്ന് എഴുതിക്കോളൂ. That is NC1 plus NC3 plus NC5 plus etc. is equal to NC0 plus NC2 plus NC4 plus etc. Okay. ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇങ്ങനെയും എഴുതാറുണ്ട്. അതായത് C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C5 പ്ലസ് എക്സെട്ര ഈസ് ഈക്വൽ ടു C0 പ്ലസ് C2 പ്ലസ് C4 പ്ലസ് എക്സെട്ര. എല്ലാം സെയിം ആയി. അങ്ങനെയും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ. ഇനി നമുക്കറിയാം ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്. അതായത് ഓടും ഈവണും എല്ലാം കൂടെ കൂട്ടിയാൽ നമ്മൾ 2:n അല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം ഓഡ് പവേഴ്സും ഈവൻ പവേഴ്സും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 2:n കിട്ടും. അപ്പൊ ഇതിന്റെ പകുതി എന്ന് പറയുന്നത് ഓഡാണ്, പകുതി എന്ന് പറയുന്നത് ഈവണാണ്. അപ്പോൾ ആ പകുതി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ 2:n പകുതി ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ 2:n പകുതിയാണെന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 2:n/2 എന്ന് പറഞ്ഞാൽ 2:n-1 എന്നും കൂടെ വേണമെങ്കിൽ കൂട്ടി എഴുതാം. അപ്പൊ ഇതും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോളൂ. അടുത്ത നോട്ടായിട്ട് എഴുതിക്കോളൂ. ദാറ്റ് ഈസ് C1 plus C3 plus C5 plus etc. is equal to C0 plus C2 plus etc. is equal to 2:n-1. 2:n-1 കിട്ടുന്നത് എങ്ങനെയാണ്, ഓഡും ഈവണും കൂടെ കൂട്ടിയാൽ നമുക്ക് 2:n ആണെങ്കിൽ രണ്ടായിട്ട് തിരിക്കണം. രണ്ടും കൂടെ കൂട്ടിയാൽ 2:n കിട്ടും. അപ്പോൾ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയായിരിക്കും 2:n/2 എന്നുള്ളത്. That is a⁻m/a⁻n എന്നുള്ള a⁻m-n, that is 2:n-1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ചാണ് കിട്ടുന്നത്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് ഇതിനുമായിട്ട് ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ള നോട്ട്സുകൾ. നമ്മൾ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പെക്യുലിയർ നോട്ട്സുകളും ബൈനോമിയൽ തിയറത്തിന്റെ എക്സ്പാൻഷനാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇത് വെച്ചുള്ള പ്രോബ്ലംസ്, ഇതിന്റെ ചില പ്രത്യേകതകളും കൂടെ ഉള്ളൂ ഈ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ വളരെ ചെറിയൊരു ചാപ്റ്റർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, എന്നാൽ ഒരു ഫോർമുല മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, a+b⁴n എന്നുള്ള ഒരു ഫോർമുല മാത്രം. അത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. Till then, goodbye.